കണ്ണുപൊത്തി കാതുപൊത്തി വാ പൊത്തി ഇരിക്കുന്ന 3 കുട്ടിക്കുരങ്ങന്മാരുടെ പ്രതിമ നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. അത്തരത്തിൽ കണ്ണ് കെട്ടി കാതുപൊത്തി വാ മൂടി മിണ്ടാതെ ഇരിക്കുന്ന 3 പേർ. ഈ 3 പേർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നശിപ്പിക്കുന്നു, ഇന്ത്യയുടെ ഭാവി ഇല്ലാതാക്കുന്നു എന്ന് യോഗി ആദിത്യനാഥ്, യുപിയുടെ മുഖ്യമന്ത്രി, കാവ്യവസ്ത്രധാരിയായ സന്യാസിയായ യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ട പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഇന്ത്യയിലെ 3 ചെറുപ്പക്കാരായ നേതാക്കളെക്കുറിച്ചാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ യുവ നേതാവാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. ആ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. അദ്ദേഹം അത് കാണാൻ തയ്യാറാകുന്നില്ല. അടിസ്ഥാന സൗകര്യ വികസനം മുതൽ പ്രതിരോധ മേഖലയിലും കാർഷിക മേഖലയിലും വൈജ്ഞാനിക മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലുമൊക്കെ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടത്തിലാണ്. എന്നാൽ ഈ കുതിച്ചുചാട്ടം കൺതുറന്ന് കാണാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല. ക്രിയാത്മകമായി സർക്കാരിനെ വിമർശിക്കാനോ തിരുത്താനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ബീഹാറിലെ RJD നേതാവ് തേജസ്വി യാദവ്, ഈ ഇന്ത്യയിലെ വികസനം കാണാത്ത രാഹുലിനെ പപ്പു എന്ന് വിശേഷിപ്പിച്ച യോഗി ആദിത്യനാഥ് ബീഹാറിലെ യുവ നേതാവ് തേജസ്വി യാദവിനെ വിശേഷിപ്പിക്കുന്നത് തപ്പു എന്നാണ്. തപ്പു തൻ്റെ 2 കൈകളും ഉപയോഗിച്ച് ചെവികൾ കൊട്ടി അടച്ചിരിക്കുകയാണ്. ആര് പറയുന്നതും കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളോ രാഷ്ട്രീയ അനുകൂലികളോ പറയുന്നത് ഒരുപോലെ അദ്ദേഹം ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നാണ്. അത്തരത്തിൽ തേജസ്വി യാദവ് അവരുടെ തന്നെ മഹാസഖ്യത്തിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മഹാസഖ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ പോലും ചെവിക്കൊള്ളുന്നില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ബീഹാറിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നത്, പരാതികൾ കേൾക്കുന്നത്, പരിഭവങ്ങൾ കേൾക്കുന്നത്? അതിന് പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയും എന്നാണ് യോഗി ആദിത്യനാഥ് ചോദിക്കുന്നത്. അതുപോലൊരു 3ാമൻ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. അത് മറ്റാരുമല്ല, അഖിലേഷ് യാദവാണ്. അത് യുപിയിൽ തന്നെയുള്ള തൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളിയാണ്. അദ്ദേഹത്തെ അപ്പു എന്നാണ് യോഗി ആദിത്യനാഥ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം എന്ത് കണ്ടാലും കേട്ടാലും ശരി വാ പൊത്തിയിരിക്കും, ഒന്നും മിണ്ടില്ല എന്നാണ്. ഈ 3 നേതാക്കളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കാനല്ലാതെ ക്രിയാത്മകമായി രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു ശരിയായ പ്രതിപക്ഷമായിട്ട് പോലും പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല. രാഹുലിന് കുട്ടിക്കളിയാണെങ്കിൽ തേജസ്വിക്ക് ജംഗിൾ രാജിലാണ് പ്രിയം. അപ്പുറത്ത് യുപിയിൽ അഖിലേഷ് യാദവ് ആകട്ടെ താൻ ആരോടും ഒന്നും മിണ്ടില്ല എന്ന വാശിയിലാണ്. നോക്കൂ, ആ മുന്നണിക്കുള്ളിൽ തന്നെ ഇവർ തമ്മിലുള്ള അന്തഛിദ്രം, സംഘർഷം വളരെ രൂക്ഷമാണ്. രാഹുലിനെ സഹിക്കാൻ തേജസ്വിയും അഖിലേഷും തയ്യാറല്ല. തേജസ്വിയെ ഉൾക്കൊള്ളാൻ രാഹുലും അഖിലേഷും തയ്യാറല്ല. അഖിലേഷിനോട് തികഞ്ഞ അകൽച്ചയിലാണ് രാഹുലും തേജസ്വിയും. വളരെ പ്രധാനപ്പെട്ട 3 നേതാക്കളാണ് രാജ്യത്തെ പ്രതിപക്ഷ മുന്നണിയിലുള്ളത്. ഈ മഹാസഖ്യത്തെ നയിക്കുന്ന ത്രിമൂർത്തികൾ ഇവരാണെന്ന് തന്നെ പറയാം. ദക്ഷിണേന്ത്യയിൽ നിന്ന് DMKയും അതിൻ്റെ യുവ നേതാവായ MK സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും ഇവരോടൊപ്പം ഉണ്ടെങ്കിലും ഉദയനിധി സ്റ്റാലിനെ കുറിച്ച് ഈ അവസരത്തിൽ യോഗി ആദിത്യനാഥ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ
പ്രഭാഷണം അല്ലെങ്കിൽ ഈ പ്രസംഗം എന്ന് നമുക്കറിയാം. വളരെ ശക്തമായി ഈ 3 നേതാക്കളെയും പേരെടുത്ത് പറഞ്ഞ് പപ്പു, തപ്പു, അപ്പു എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറയുന്നത്. എല്ലാറ്റിനുമുപരി ഈ 3 പേരെയും ഈ തരത്തിൽ ആക്ഷേപിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്നതിൽ ഈ 3 പേരും പരാജയപ്പെട്ടു എന്ന് യോഗി ആദിത്യനാഥ് ആവർത്തിക്കുന്നു. അത് ഡൽഹിയിലെ നിർഭയ കേസിലാണെങ്കിലും ശരി, ലാലുവിൻ്റെ കാലത്ത് ബീഹാറിൽ നടമാടിയിരുന്ന ജംഗിൾ രാജ് ആണെങ്കിലും ശരി, UP-യിലെ പെൺകുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഈ 3 പേർക്കും ഒരേ നയമാണ്, ഒരേ ചിന്തയാണ്, ഒരേ പ്രവൃത്തിയാണ് എന്ന് യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തുന്നു. ശരിയാണ്, നമുക്കറിയാം ഈ 3 പേരും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കാണില്ല, കേൾക്കില്ല, മിണ്ടില്ല. കണ്ടാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റൂ, കേട്ടാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റൂ, വാ തുറന്നാലല്ലേ മിണ്ടാൻ പറ്റൂ. അങ്ങനെ ഈ 3 നേതാക്കളും ഇക്കാര്യത്തിൽ തികഞ്ഞ നിസ്സംഗത, അലസത, ആലസ്യം ഒക്കെ പുലർത്തുന്നു എന്നാണ് യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അമ്മമാർ നിതീഷ് കുമാറിനോടൊപ്പം NDAയോടൊപ്പം നിൽക്കണം എന്ന് ഇദ്ദേഹം ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ മഹാസഖ്യത്തിന് കഴിയുന്നില്ല. യോഗി ആദിത്യനാഥ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ രാഷ്ട്രീയമായി നേരിട്ട് അതിന് ചുട്ട മറുപടി കൊടുക്കാൻ പ്രതിപക്ഷത്തെ മഹാസഖ്യത്തിലെ ത്രിമൂർത്തികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം, ബീഹാറിൽ ഇതുവരെ പുറത്തു വന്ന സർവേകളെല്ലാം, ഒപ്പീനിയൻ പോളുകളെല്ലാം NDAക്ക് ഭരണ തുടർച്ച ചൂണ്ടിക്കാട്ടുന്നു. അവിടെ ഒരു പ്രതിപക്ഷമായി പേരിനെങ്കിലും RJD ഉണ്ടാകും. പക്ഷേ ആ പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് യോഗി ആദിത്യനാഥ് ചോദിക്കുന്നത്. കോൺഗ്രസ് 10-ന് താഴെ സീറ്റുകളിലേക്ക്, ഒറ്റയക്കത്തിലേക്ക് ഒതുങ്ങും എന്നും യോഗി ആദിത്യനാഥ് പറയുന്നു. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ബീഹാറിലെ 1ാം ഘട്ട വോട്ടെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം സമാപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പര്യടനത്തിലുമൊക്കെ ഒരു പണത്തൂക്കം മുന്നിലാണ് NDA എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എണ്ണയിട്ട യന്ത്രം പോലെ BJPയുടെ കേഡറുകൾ, അണികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം നിതീഷ് കുമാറിൻ്റെ കളങ്കരഹിതമായ, അഴിമതിരഹിതമായ ഇമേജ് അവിടെ NDAക്ക് വലിയ മുതൽക്കൂട്ടാണെന്നുള്ളതും സത്യമാണ്. അപ്പുറത്ത് വാസ്തവത്തിൽ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയാൻ കഴിയുന്നത് തേജസ്വി യാദവിനെ മാത്രമാണ്. രാഹുൽ ഈ അവസാന 2 ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചെങ്കിലും വേണ്ടത്ര ചലനങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അഖിലേഷ് യാദവ് ആകട്ടെ വളരെ തണുപ്പൻ മട്ടിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഒരു ഏകപക്ഷീയമായ വിജയം NDAക്ക് ലഭിക്കുമോ എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിദഗ്ധരും നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാരും രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഒക്കെ ഒരുപോലെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച്. അവിടെ കോൺഗ്രസിന് വലിയ തിരിച്ചടി കിട്ടിയാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരിക്കും. ഇനി അങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രസക്തി എന്തായിരിക്കും എന്ന് നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത് എന്ന് അവർ പറയുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, യോഗി ആദിത്യനാഥ് കൂടി വന്നതോടുകൂടി ബീഹാർ ആകെ ചൂട് പിടിച്ചു. NDA ക്യാമ്പ് ഇളകി മറിഞ്ഞിരിക്കുകയാണ്. വലിയ തോതിൽ അവർ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി, പ്രകടന പത്രികയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതേസമയം ഇപ്പുറത്ത് പ്രതിപക്ഷ മുന്നണിയിൽ ഈ പറഞ്ഞ മഹാസഖ്യത്തിൽ വലിയ ആശയക്കുഴപ്പം നേരിടുന്നു. എല്ലാ കാര്യത്തിലും സ്ഥാനാർത്ഥി നിർണയം തൊട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കുന്നതിലടക്കം
എല്ലാ മേഖലകളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവർ പുറകിലാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഒപ്പീനിയൻ പോളുകളിൽ, സർവേ ഫലങ്ങളിൽ മഹാസഖ്യത്തിന്, ഇന്ത്യ മുന്നണിക്ക് ഒരു തകർച്ച അല്ലെങ്കിൽ പരാജയം, അവരുടെ പരാജയം ഈ സർവേ ഫലങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ്.